എൻ്റെ ആത്മാവ് ഇടപെട്ടതിനായി സ്തോത്രം, യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ഇവിടെ പുറകിൽ ഒരു സ്റ്റോൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ സ്റ്റോളിൽ പ്രെയർ കാർഡ് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ആ പ്രെയർ കാർഡ് ഫില്ലപ്പ് ചെയ്ത് അത് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. വർഗീസ് മുന്നോട്ട് വന്ന് സ്തോത്ര കഴിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും. യേശുവേ എൻ പ്രാണനായക, ജീവനെനിക്കേകിയോനേ. യേശുവേ എൻ പ്രാണനായക, ജീവനെനിക്കേകിയോനേ. എൻ സങ്കടങ്ങൾ അറിഞ്ഞെന്റെ വൻകടങ്ങൾ തീർത്തന്റെ കണ്ണുനീർ തുടച്ചല്ലോ നീ. എൻ സങ്കടങ്ങൾ അറിഞ്ഞെന്റെ വൻകടങ്ങൾ തീർത്തന്റെ കണ്ണുനീർ തുടച്ചല്ലോ നീ. പാപിയായി ഞാൻ ജീവിച്ചപ്പോൾ, പാദതെറ്റിയോടിയപ്പോൾ. പാപിയായി ഞാൻ ജീവിച്ചപ്പോൾ, പാദതെറ്റിയോടിയപ്പോൾ. പാലകൻ നിന്നേടി പാതകനടിയാനെ പാവനമാർഗേ ചേർന്നല്ലോ. പാലകൻ നീ തേടി ഈ പാതകനടിയാനെ പാവനമാർഗേ ചേർന്നല്ലോ.
ചേർത്തടിക്കാം. വന്നിടും ഞാൻ അതിവേഗത്തിൽ എന്നുരച്ചു പോയവനെ, വന്നിടും ഞാൻ അതിവേഗത്തിൽ എന്നുരച്ചു പോയവനെ, വന്നു നിൻ മഹിമയിൽ രാജ്യമതിൽ ചേർക്കുവാൻ ആശയാൽ ഞാൻ കാത്തിടുന്നേ, വന്നു നിൻ മഹിമയിൽ രാജ്യമതിൽ ചേർക്കുവാൻ ആശയാൽ ഞാൻ കാത്തിടുന്നേ. യേശുവേ എൻ പ്രാണനായക, ജീവനെനിക്കേകിയോനേ, യേശുവേ എൻ പ്രാണനായക, ജീവനെനിക്കേകിയോനേ, എൻ സങ്കടങ്ങൾ അറിഞ്ഞെന്റെ വൻകടങ്ങൾ തീർന്നെന്റെ കണ്ണുനീർ തുടച്ചല്ലോ നീ, എൻ സങ്കടങ്ങൾ അറിഞ്ഞെന്റെ വൻകടങ്ങൾ തീർന്നെന്റെ കണ്ണുനീർ തുടച്ചല്ലോ നീ. നമ്മുടെ കണ്ണുകളെ നമുക്കടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല ദിവസത്തിനായി നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ് കർത്താവേ. ഈ സന്ധ്യാസമയത്ത് കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ കടന്നു വന്ന് അങ്ങയെ സ്തുതിപ്പാൻ, അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ കർത്താവെ, അങ്ങയുടെ നാമം ഉയർത്തുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്തതോർത്ത് കർത്താവെ നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ് കർത്താവെ. നിന്റെ കുഞ്ഞുങ്ങൾ കർത്താവെ അർപ്പിച്ചിരിക്കുന്ന സ്തോത്ര വഴിപാടിനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുകയാണ് കർത്താവെ. ആമേൻ. കർത്താവെ, നീട്ടിയ എല്ലാ കരങ്ങളെയും കർത്താവെ അങ്ങ് സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. എല്ലായ്മയിലും കർത്താവെ അങ്ങയുടെ സമൃദ്ധിയിൽ നിന്ന് നിറച്ചുകൊണ്ട് കർത്താവെ ഓരോ ദിവസവും ഓരോരുത്തരെയും വഴി നടത്തുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. കർത്താവെ, ഈ പണം കർത്താവെ അങ്ങയുടെ നാമമഹത്വത്തിന് വേണ്ടി കർത്താവെ ചെലവഴിക്കുവാൻ തക്കവണ്ണം കർത്താവെ നീ അവിടെ നെടിയാക്കുമാറാകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നാഥാ. തുടർന്നുള്ള ശുശ്രൂഷയും കർത്താവെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. ആമേൻ. അത് ഞങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. തൃക്കരങ്ങളിലേക്ക് താഴ്ത്തുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. താങ്ക് യു. ഒറ്റവാചകത്തിൽ ഞാൻ എല്ലാവർക്കും നന്ദി അർപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഹാള് നമുക്ക് വേണ്ടി അനുവദിച്ചെന്ന ഒസി കുഞ്ഞഫാക്കയോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മളെ ഗാന ശുശ്രൂഷയിൽ സഹായിച്ച ക്രിസ്മസ് മിനിസ്ട്രിയോടുള്ള നന്ദിയും സ്നേഹവും ഞങ്ങൾ അറിയിക്കുന്നു. അതുപോലെ തന്നെ സൗണ്ട് സിസ്റ്റം ഇത്രത്തോളം നന്നായിട്ട് പ്രവർത്തിച്ച നിഷ സൗണ്ട്സിനോടുള്ള നന്ദിയും സ്നേഹവും ഞങ്ങൾ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ മൈക്ക് പെർമിഷൻ തന്ന പോലീസ് അധികാരികൾ, മീഡിയ പേഴ്സൺസ്, പലതരത്തിൽ ഞങ്ങളെ മീഡിയയിൽ കൂടി സഹായിച്ച മനോരമ, സഹിയ, സ്വന്തം, NCV, അങ്ങനെയുള്ള എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഞങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുന്നു. കടന്നു വന്ന് സഹകരിച്ച എല്ലാ ദൈവജനത്തോടും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നന്ദിയുടെ സംഭവം ഇവിടെ നിർത്താൻ ഞാൻ ആഗ്രഹിക്കുക. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഒരുപാട് പേർക്ക് നന്ദി പറയാനുണ്ട്. പേഴ്സണലായിട്ട് ഒരുപാട് പേർക്ക്. കാര്യം ഞാൻ എല്ലാവരെയും പേഴ്സണലായിട്ട് ക്ഷണിച്ചതാണ്. അതുകൊണ്ട് എല്ലാവരെയും പേഴ്സണലായിട്ട് പറയാൻ കഴിയാത്തതുകൊണ്ട് സോറി ഡിയർ പാസ്റ്റേഴ്സ്. അതുകൊണ്ട് എല്ലാവരോടുമുള്ള, എല്ലാ പാസ്റ്റേഴ്സിനും, എല്ലാ വിശ്വാസികളോടുമുള്ള നന്ദിയും സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമുള്ള നാമത്തിൽ എല്ലാവരെയും ഞാൻ അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കുമാറാട്ടെ. നാളെ രാവിലെ 9:30 മണിക്ക് സ്വർഗീയ മന്ന ഹാളിൽ വെച്ച് ആരാധന ഉണ്ടായിരിക്കുന്നതാണ്. 9 മുതൽ 12 വരെ. ആരാധനയിൽ പങ്കെടുക്കുന്നില്ല എങ്കിൽ ഈ ആരാധനയിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ആരാധനയിൽ വന്ന് സംബന്ധിക്കുന്നത് ഞങ്ങൾക്ക് ഏറെ സന്തോഷമാണ്. നാളെ പാസ്റ്റർ ശ്രീജു S. നായർ അവിടെ ശുശ്രൂഷിക്കുന്നതായിരിക്കും. ഇപ്പോൾ
നമ്മളെ പാസ്റ്റർ ശ്രീജു എസ് നായർ മുന്നോട്ട് കടന്നു വന്ന് ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം വഹിക്കും. വചന ശുശ്രൂഷയ്ക്കായി ശ്രീജു എസ് നായറിനെ ഞാൻ ക്ഷണിക്കുന്നു. പാസ്റ്ററിനോടുള്ള നന്ദിയും സ്നേഹവും ഞങ്ങൾ ഈ തരുണത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു. കർത്താവ് തൻ്റെ മകനെ ധാരാളമായി എടുത്തുപയോഗിക്കുമാറാകട്ടെ. ദൈവം എനിക്ക് തന്ന നല്ല ഈ സമയത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇന്ന് രാവിലെയും ദൈവദാസൻ്റെ സഭയിൽ ശുശ്രൂഷയ്ക്കുവാൻ ദൈവം ഒരു അവസരം ഒരുക്കി. നിലമ്പൂരിൽ ആദ്യമായിട്ടാണ് ഈ ശുശ്രൂഷയുമായിട്ട് എനിക്ക് വരുവാൻ സാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് എന്നെ ഇവിടെ ക്ഷണിച്ച ദൈവത്തിൻ്റെ ദാസനും അദ്ദേഹത്തിൻ്റെ സഭയിലുള്ള മറ്റൊരു സഹോദരൻ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഈ നിലമ്പൂർ ദേശത്തിൽ വലിയൊരു ഉണർവ് സംഭവിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിവരം എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അനേക ദേവദാസന്മാരുടെയും അനേക വിശ്വാസികളുടെയും ഒരു പ്രാർത്ഥനയാണ് നിലമ്പൂരിൽ കർത്താവിൻ്റെ മഹത്വം ഇറങ്ങണം, ആയിരക്കണക്കിന് ജനങ്ങൾ യേശുവിനെ അറിയണമെന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. അത് ദൈവത്തിൻ്റെ കൂടെ ഇഷ്ടമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മളെ ഓരോരുത്തരും ശക്തമായിട്ട് പ്രാർത്ഥിച്ചാൽ ഈ ദേശത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കാനിടയാകും. പ്രൈസ് ദി ലോർഡ്. നിലമ്പൂർ ദേശമെന്നല്ല, ഇന്ത്യ മുഴുവനും വലിയൊരു റിവൈവൽ ആരംഭിക്കാൻ സമയമായിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു ദൈവദാസനുണ്ട്, വാര്യാപുരം യോനാച്ചൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. വലിയൊരു പ്രവാചകനായിരുന്നു അദ്ദേഹം. ശക്തമായി ഒരിക്കലും ഇപ്രകാരം പറഞ്ഞു, വലിയൊരു അഗ്നി, തെക്ക് നിന്നൊരു അഗ്നി പുറപ്പെടും, അത് വടക്ക് നിന്നുള്ള ഒരു വാളിനെ വിഴുങ്ങിക്കളയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു വലിയൊരു തീയുടെ വലിയൊരു തീ, ഒരു അഗ്നിയുടെ ഒരു റിവൈവൽ, ഒരു ഉണർവ്. ഞാൻ തിരുവനന്തപുരത്ത് ആയിരിക്കുന്നത് കൊണ്ട് അവിടെ വളരെ ശക്തമായൊരു ചലനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഞാൻ ഇവിടെ സംസാരിച്ച വയനാട്ടിൽ വലിയൊരു ഒരു ചലനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നോർത്ത് ഇന്ത്യകളിൽ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ അവിടങ്ങളിൽ ഇന്ന് വരെ ഇല്ലാത്ത, പഞ്ചാബ് എന്ന് പറയുന്ന സ്ഥലത്ത് വളരെ ശക്തമായ മൂവ്മെൻറ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇന്ത്യ മുഴുവനും ഇന്ന് വരെ ഇല്ലാത്ത രീതിയിലുള്ള വലിയ ചലനങ്ങൾ, അതും വളരെ വലിയ മെഗാ ചർച്ചസുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് കർത്താവിൻ്റെ ആവശ്യമാണ്. അന്ത്യകാലത്ത് സകല ജനത്തിന്മേലെ ഒരു ആത്മാവിനെ പകരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യൻ്റെ മേലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരികയും അതിഭയങ്കരമായൊരു തീ ആയി ഈ ഇന്ത്യ മാറുകയും ചെയ്യും. ഇന്ത്യയ്ക്ക് ഒരു കത്തലുണ്ടാകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശക്തമായൊരു ദൈവത്തിൻ്റെ തീ വെളിപ്പെടാനിടയാകും. അതിൻ്റെ ഭാഗവാക്കുകളാകുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെ ദേശത്തിൻ്റെ ഉണർവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളേവരെയും ദൈവത്തിൻ്റെ ശക്തിയേറിയ അഭിഷേകത്താൽ ദൈവം നിറയ്ക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ സഭകൾ നിറയട്ടെ. പിന്നെ ഓരോ നാളും വലിയ കൂട്ട സ്നാനങ്ങൾ ഇവിടെ നടക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാവരും ദൈവസന്നിധിയിൽ ഒന്ന് കരങ്ങളെ അടിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ സ്തോത്രത്തോടെ സ്തുതിയോടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവ് നമ്മളോട് സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ഒരിക്കലും ഭാരതത്തെ ഹിന്ദു രാഷ്ട്രമാക്കാൻ ഇറങ്ങി പുറപ്പെട്ട ഒരു കുടുംബത്തിനകത്തു നിന്നും കർത്താവ് എന്നെ എൻ്റെ കുടുംബത്തെയും വേർതിരിച്ച് ഇന്നിവിടെ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ചിരി വരികയാണ്. കാരണം പ്രൈസ് ദി ലോർഡ്, ഭാരതത്തെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കാൻ വേണ്ടി പുറപ്പെട്ട എന്നെ കൊണ്ട് കർത്താവ് പറയിപ്പിക്കുന്നത് ഭാരതത്തെ ഒരു ക്രിസ്തീയ രാജ്യമാക്കി മാറ്റാനാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ചിന്തയ്ക്കും വിപരീതമായിട്ട് ലോക സ്ഥാപനത്തിന് മുമ്പ് നമ്മെ വിളിച്ചു വേർതിരിച്ച ദൈവം. എഫേസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, ലോക സ്ഥാപനത്തിന് മുമ്പ് ദൈവം നമ്മെ വേർതിരിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് മുന്നമേ ഒരു മുൻ നിർണയപ്രകാരം ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവ് കൊണ്ട് അച്ചാരം കൊണ്ട് നമ്മൾ മുദ്രയിട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതൊന്നും ഇപ്പോൾ സംഭവിച്ചതല്ല. ഞാൻ രക്ഷിക്കപ്പെട്ടത് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ആകുന്നതിന് മുമ്പ്, ലോകസ്ഥാപനത്തിന് മുമ്പേ ശ്രീജു എന്ന എന്നെ ജീവനുള്ള ദൈവം പേര് ചൊല്ലി വിളിച്ചു എന്നുള്ളതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. പ്രൈസ്. എന്നെ മാത്രമല്ല, ഇന്നിവിടെ ഇരിക്കുന്ന നമ്മളെ ഓരോരുത്തരെയും കർത്താവ് മുന്നമേ കണ്ടവരാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ടെന്ന് രാത്രിയിൽ ഈ ലോകത്ത് വേറെ ആർക്കും ലഭിക്കാത്ത ഭാഗ്യമാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ സമയത്ത് ഒരുപാട് പേര് മദ്യ ഷോപ്പുകളിലും സിനിമാശാലകളിലും ചീട്ടുകളി സങ്കേതങ്ങളിലും ചെന്നിരുന്ന് സമാധാനത്തിന് വേണ്ടി താല്പര്യപ്പെടുമ്പോൾ, സമാധാനമില്ലാത്തവർ മദ്യം കഴിച്ച് സമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ, സിഗരറ്റ് വലിച്ച് സമാധാനം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ ടി വിയുടെയും മറ്റ് സീരിയലുകളുടെ മുമ്പിൽ ചെന്നിരുന്ന് സമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ,
നമുക്ക് വലിയൊരു സമാധാനം ഉള്ളത് കൊണ്ടാണ് ഇന്ന് ഈ കൺവെൻഷനിൽ നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കതിൻ്റെ ആവശ്യമില്ല. ഒരിക്കൽ നമുക്കിതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു. ഒരിക്കൽ മദ്യത്തിൻ്റെ പുറകെ പോയവരാണ് നമ്മൾ. ഒരിക്കൽ ഈ സിനിമയുടെ പുറകെ പോയവരാണ് നമ്മൾ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 2-2.5 മണിക്കൂറത്തെ സമാധാനത്തിന് വേണ്ടി സിനിമാശാലയിൽ നിന്ന് ഇറങ്ങാൻ നടന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ എൻ്റെ കർത്താവിൻ്റെ കൃപയാൽ ഇന്ന് 2-3 മണിക്കൂർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ ഉള്ളൊരു വലിയ കൃപ ദൈവം നമുക്ക് തന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എത്ര വലിയ സന്തോഷമാണ്. എല്ലാവരും സന്തോഷമുണ്ടോ? യേശുവിനെ അറിഞ്ഞതുകൊണ്ട് സന്തോഷമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഒന്നുകൂടെ കരങ്ങളെ ഒന്ന് അടിച്ച് നല്ല ഉഷാറായിട്ടിരുന്നാൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ ഗാനങ്ങൾ ആലപിച്ച ദൈവദാസന്മാർ, വർഷിപ്പ് ചെയ്തവർ എല്ലാവർക്കും മൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കരമായ ടെസ്റ്റ് മണി പറയാനുള്ള ആൾക്കാരെ ഇവിടെ ഉള്ളൂ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മളെ എത്രത്തോളം ദൈവം സ്നേഹിക്കുന്നു. ഇന്ന് പകൽ നമുക്കൊരു ചെറിയ ജസ്റ്റ് ഒരു വചനം വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 35 മുതൽ ഒന്ന് വായിച്ചിട്ട് ഒരാൾ ശബ്ദം ഉയർത്തി ഒന്ന് വായിച്ചാൽ വളരെ ഉപകാരമായിരിക്കും. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 35-ാം അധ്യായം വാക്യം മുതൽ ഒന്ന് വായിച്ചാട്ടെ. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോകാം എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ പുരുഷാരത്തെ വിട്ട് താൻ പടകിൽ ഇരുന്നപാടെ അവനെ കൊണ്ടുപോയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് അറിയാം, വളരെ പെട്ടെന്ന് നമുക്ക് പോകും, സമയമില്ലാത്തത് കൊണ്ട് വേഗത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അന്ന് സന്ധ്യയായപ്പോൾ, പ്രൈസ് ദി ലോർഡ്, എല്ലാവരുടെ ജീവിതത്തിലും ഒരു സന്ധ്യാസമയമുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി തുടങ്ങുന്നത് തന്നെ സന്ധ്യയായി ഉഷസ്സുമായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം സകലതിനെ സൃഷ്ടിച്ചിട്ട് നല്ലതൊന്ന് കണ്ടു. ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ നല്ല സൃഷ്ടിയാണ് നമ്മൾ. പ്രൈസ് ദി അടുത്തൊരു കാര്യം കൊടുത്ത് പറഞ്ഞാട്ടെ. ലോകത്തിലെ ദൈവം സൃഷ്ടിച്ചതിൽ ഏറ്റവും മേത്തരമായി ദൈവം സൃഷ്ടിച്ച ആ സൃഷ്ടിക്ക് വേണ്ടി സ്വന്തം ഏകജാതനായ പുത്രനെ വരെ ബലി കൊടുക്കാൻ തയ്യാറായ ഒരു പിതാവ് നമുക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതാണ് സുവിശേഷം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതിനൊക്കെ കവിഞ്ഞൊരു സുവിശേഷം. എന്തിനാണ് ഈ കൺവെൻഷൻ നമ്മൾ വെച്ചിരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ ഓഡിറ്റോറിയത്തിനകത്തിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും എന്നേക്കാൾ ഉപരി സൺഡേ സ്കൂളൊക്കെ പഠിച്ച, എനിക്ക് സൺഡേ സ്കൂളൊന്നും പഠിക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് സൺഡേ സ്കൂൾ പഠിച്ചവരും പിന്നെ വിശ്വാസികളും ഒരുപാട് വചനം അറിയാവുന്നവരും വചനം കേട്ടവരുമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു ഗ്രൗണ്ടിനകത്താണ് വെച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ഒരുപാട് പിന്നെ സൗണ്ട് സിസ്റ്റമൊക്കെ വെച്ച് നമുക്ക് ഒരുപാട് ജാതികളെ ഈ സുവിശേഷം കൽപ്പിക്കായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. എല്ലാം ഇപ്പോഴും കൺവെൻഷൻ വയ്ക്കുന്നത് ഇപ്പോൾ വളരെ കൺവെൻഷനൊക്കെ വളരെ കുറവാണ്. മീഡിയകളൊക്കെ വന്നതിന് ശേഷം വീട്ടിനകത്തിരുന്ന് നമുക്ക് ഈ ലോക രാജ്യങ്ങളിലെ ഇൻ്റർനാഷണൽ പ്രീച്ചേഴ്സിൻ്റെ പ്രസംഗം കേൾക്കാനുള്ള സൗകര്യം ഉള്ളപ്പോൾ ഇന്ന് പണ്ടത്തെ പോലെ കൺവെൻഷനൊന്നും ആൾക്കാരില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാരണം സുവിശേഷം അറിയാത്ത ദേശങ്ങളും സ്ഥലങ്ങളും കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് മീഡിയകൾ ഓപ്പൺ ആകി, എല്ലാ മീഡിയകളിലും സൂര്യ ടി വിക്കകത്താണെങ്കിലും ഏത് ചാനലിനകത്താണെങ്കിലും ശക്തമായി പൈസ മുടക്കി ഒരുപാട് പേര് ഈ സുവിശേഷം അറിയിക്കുന്നുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മുടെ ദൗത്യം അതിനേക്കാൾ ഉപരിയായി ഈ അറിഞ്ഞ യേശുവിനെ അനേകരോട് സുവിശേഷം പറയാനുള്ള വലിയൊരു താല്പര്യമാണ് നമുക്ക് ആവശ്യം. പ്രൈസ് ദി ലോർഡ്. ദേശത്തിലുള്ളവരെ ഭയപ്പെടാതെ, ദേശാധിപതി ശക്തികളെ ഭയപ്പെടാതെ, യേശുത്തെ അറിഞ്ഞ നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി, നമ്മുടെ വിസയ്ക്ക് വേണ്ടിയോ, പ്രോപ്പർട്ടിയുടെ വിടുതലിന് വേണ്ടിയോ, ലോണിൽ നിന്ന് വിടുതൽ പ്രാപിക്കാനോ അല്ലെങ്കിൽ കടഭാരം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാതെ ഓരോരുത്തരും അറിഞ്ഞ കർത്താവിൻ്റെ മഹത്വത്തെ, നമ്മൾ അറിഞ്ഞ സുവിശേഷത്തെ ആയിരങ്ങളോട് പറഞ്ഞ് ഈ സുവിശേഷം അറിയിക്കുക എന്ന് പറയുന്ന വലിയൊരു ദൗത്യം പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. എത്രത്തോളം ആ ദൗത്യത്തെ തിരിച്ചറിയുന്നുവോ അത്രത്തോളം ദേശം വിടുവിക്കപ്പെടാനിടയാകും. ഹല്ലേലൂയ. റിവൈവലിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ പോരാ, റിവൈവൽ നിന്നിൽ നിന്നാണ് ആരംഭിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന എന്ന് പറയുന്നത് സംഭവിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഒരു മനുഷ്യൻ, എന്നിൽ ഒരു അഭിഷേകമുണ്ട്, എന്നിൽ കർത്താവ് വസിക്കുന്നു, ഞാൻ സഞ്ചരിക്കുന്ന കർത്താവിൻ്റെ ഒരു ശരീരമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എവിടെ പോയാലും ആ ദേശത്തിൽ കാണിച്ചപ്പെട്ട ദേശം വിടുവിക്കപ്പെടും. എന്നെ കാണുന്നവർ വിടുവിക്കപ്പെടും. എനിക്കൊരു ഷേക്കൻഡ് തന്നാൽ അവൻ വിടുവിക്കപ്പെടും. എന്നിലൊരു അഭിഷേകമുണ്ട്. ഞാനൊരു സാധാരണ വ്യക്തിയല്ല. ഞാനൊരു എക്സ്ട്രാ ഓർഡിനറി അനോയിൻറ്റിങ് എൻ്റെ മേലുണ്ട് എന്ന തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടാകുമ്പോൾ ഹല്ലേലൂയ, നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ഈ സുവിശേഷം ഈ ദേശത്തിൽ എത്തിക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ,
പ്രൈസ് ദി ലോർഡ്. സുവിശേഷത്തിൻ്റെ ശക്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ സുവിശേഷത്തിൻ്റെ ശക്തിയാണ് ഇന്ന് എന്നെ നിങ്ങളുടെ മുമ്പിൽ നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ്. എനിക്ക് ഭയങ്കരമായ സന്തോഷമുണ്ട് ഈ സുവിശേഷം പ്രസംഗിക്കുവാൻ. ഈ സുവിശേഷം ഞാൻ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്ന് ആയിരിക്കും എൻ്റെ സ്ഥിതി എന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇവിടെ നമ്മൾ വായിച്ചതുപോലെ ഹല്ലേലൂയ, സന്ധ്യ എല്ലാവരുടെ ജീവിതത്തിലും ഒരു സന്ധ്യാസമയമുണ്ട്. എന്നാൽ സന്ധ്യാസമയം എന്ന് പറയുന്നത് അവസാന വാക്കല്ല, അതിനപ്പുറം ഒരു ഉദയമുണ്ട്. ഹല്ലേലൂയ. ഒരു ഇരുട്ടുണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ് ഒരു വെളിച്ചമുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇരുട്ടിനെ മാറ്റി അന്ധകാരത്തിലായിരുന്ന നമ്മളെ ഏവരെയും ഒരു അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശു വിളിച്ചു കയറ്റിയിരിക്കുന്നു. ഹല്ലേലൂയ. യേശുവിനെ അറിയുന്ന നിമിഷം മുതൽ നമ്മുടെ ഉള്ളിലുള്ള അന്ധകാരം മാറുന്നു. അവിടെ ദൈവത്തിൻ്റെ പ്രകാശം വന്നിരിക്കുന്നു. നമ്മൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. അടുത്തൊരു കാര്യം കൊടുത്ത് പറഞ്ഞാട്ട് നമ്മൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. പ്രൈസ്. നമ്മളെ കാണുന്നവർ വെളിച്ചമായി മാറും. ഏത് അന്ധകാരത്തിൽ നമ്മുടെ അകത്ത് കയറിയാലും നമ്മളിൽ വെളിച്ചമുള്ളത് കൊണ്ട് അന്ധകാരം അവിടെ നിൽക്കത്തില്ല, ഓടിപ്പോകുവാനിടയാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങളെ അടിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഒരു അന്ധകാര ശക്തികൾക്കും ഇന്ന് ഈ നിലമ്പൂര് ദേശത്തെ ഭരിക്കുവാൻ അധികാരമില്ല. കാരണം നമ്മൾ ഇത്രയും പേര് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉറക്കെ ഹല്ലേലൂയ വിളിച്ച് കരമടിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഒരു ദൈവശക്തി ഈ ദേശത്തിൽ വെളിപ്പെടും. ഈ ദേശാധിപതി ശക്തികൾ ഭയപ്പെട്ടു പോകും. പ്രൈസ് ദി ലോർഡ്. ഒരു കൂട്ടം പേര് ദൈവത്തിൻ്റെ സന്നിധിയിൽ യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് ഒരിടത്ത് കൂടിയിരുന്നാൽ അത് മുട്ടുപറയ്ക്കുന്ന ഭയപ്പെടുന്ന ഒരു പൈശാചിക കോട്ടയുണ്ട്. നിലമ്പൂരിൻ്റെ ദേശത്തെ പരിശുദ്ധാത്മാവെന്ന് ഇതിനകത്തിരിക്കുന്ന നിന്റെ കരങ്ങളിൽ തന്നിരിക്കുകയാണ്. നീ എഴുന്നേറ്റാൽ പ്രൈസ് ദി ലോർഡ് ഇന്ന് രാത്രി നിലമ്പൂര് നിന്റെ മുമ്പിൽ മുട്ടുമടക്കാൻ പോയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൈശാചിനെ പേടിച്ചോടുന്നവരല്ല നമ്മൾ, നമ്മളെ കണ്ട് പിശാച് ഓടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കാരണം ദൈവത്തിൻ്റെ മഹത്വത്തെ ചുമക്കുന്നവരാണ് നമ്മൾ. പ്രൈസ് ദി ലോർഡ്. ആഫ്രിക്കൻ കൺട്രി എന്ന് പറയുന്ന അവിടെ നരഭോജികൾ ആയിരുന്നു, മനുഷ്യനെ കടിച്ചു തിന്നുന്നവരായിരുന്നു. ഒരിക്കൽ ഒരു പാസ്റ്റർ അവിടെ ചെന്നിട്ട് പ്രൈസ് ദി ലോർഡ് പിന്നെ വലിയൊരു സഭയ്ക്കകത്ത് ചെന്നതിന് ശേഷം മറ്റുള്ള ഏതോ വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഏതോ ദൈവദാസനെ കുറ്റം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. കുറ്റം പറഞ്ഞപ്പോൾ ഈ വിശ്വാസികളെല്ലാം കൂടെ ഈ പാസ്റ്ററെ കൊണ്ട് വലിയൊരു കുഴി കാണിച്ചു. പ്രൈസ് ദി ലോർഡ്. വലിയൊരു കുഴി കാണിച്ചപ്പോൾ അതിനകത്ത് മുഴുവനും ഭയങ്കര തലയോട്ടികൾ കിടക്കുക, മനുഷ്യൻ്റെ അസ്ഥികൂടങ്ങളും തലയോട്ടികളും കിടക്കുക. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം ചോദിച്ചു, എന്തിനാ എന്നെ ഇത് കാണിച്ചത്? അദ്ദേഹം പറഞ്ഞ, നിങ്ങൾ കുറ്റം പറഞ്ഞ പാസ്റ്റർ അന്ന് വന്ന് പ്രാർത്ഥിച്ചു മുഴങ്കാലം മടക്കി കരഞ്ഞത് കൊണ്ടാണ് ഇന്ന് നീ ജീവനോടെ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ നീയും ഇതേ അവസ്ഥയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളിപ്പോൾ സഭകൾ പണിയുന്നു, ചർച്ചകൾ പണിയുന്നു, പലതും ഒരു മൂവ്മെൻ്റ് ഉണ്ടാകുന്നു. പക്ഷേ വർഷങ്ങൾക്കും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ വന്ന് വർഷങ്ങളോളം പ്രവർത്തിച്ചിട്ടും ഒരു ആത്മാവിനെ പോലും നേടാൻ പറ്റാതെ കണ്ണുനീരൊഴുക്കിയ ഹല്ലേലൂയ ഫെയിലായി പരാജയപ്പെട്ടു പോയി എന്ന് പറഞ്ഞ ചില ദൈവദാസന്മാരുടെ പ്രാർത്ഥനയുടെ ഫലമാണ് ഇന്ന് ചില അഭിഷിക്തന്മാരുടെ സഭകൾക്കകത്ത് ജനങ്ങൾ ഇടിച്ചു കയറുന്നത്. പ്രൈസ് ദി ലോർഡ്. നീ വിതയ്ക്കുന്നത് പ്രൈസ് ദി ലോർഡ് പ്രാർത്ഥന വിതയ്ക്കുന്നവന് ഹല്ലേലൂയ ശുശ്രൂഷയെ വിതയ്ക്കുവാൻ, അകത്തേക്ക് പ്രാപിക്കാനല്ല, നമ്മൾ പ്രാപിക്കാൻ വേണ്ടി ഓടുന്നവരാണ്. എന്നാൽ ഇന്ന് പകൽ പ്രാപിച്ചതിനെ ഹല്ലേലൂയ വിതരണം ചെയ്യുവാൻ, പ്രൈസ് ദി ലോർഡ് കൊടുക്കുവാൻ ചിലരെ പരിശുദ്ധൻ ഇന്ന് രാത്രി എഴുന്നേൽപ്പിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനേകരുടെ പ്രാർത്ഥനയുടെ ഫലം. ഞങ്ങൾ ദേശത്തിൽ നെടുമങ്ങാട് പട്ടണത്തിൽ ട്രിവാൻഡ്രം ദേശത്തിൽ ഞങ്ങൾ 2-3 വർഷം ആയേ ഉള്ളൂ ചെറിയ സഭ തുടങ്ങി. പക്ഷേ പെട്ടെന്ന് തന്നെ ദൈവത്തിൻ്റെ സഭ വളർന്ന് വലുതായി 10,500 പേരുന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഒരു ദിവസം എന്നോട് പറഞ്ഞു, നൂറ്റാണ്ടുകളായ അനേക അഭിഷിക്തന്മാരുടെ പ്രാർത്ഥനയുടെ ഫലമാണ് നീ ഇന്ന് അനുഭവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒന്നും ചെയ്തില്ല, വെറുതെ എന്ന് നിന്നേ ഉള്ളൂ. ആൾക്കാർ വരുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ പ്രസംഗ പാഠവും കൊണ്ടോ ശുശ്രൂഷയുടെ ഇതുകൊണ്ടോ പ്രവചനം കൊണ്ടോ ശുശ്രൂഷ കൊണ്ടോ നമ്മൾ പലപ്പോഴും നമ്മുടെ ചിന്ത നമ്മുടെ എന്തൊക്കെ മിടുക്ക് കൊണ്ടാണ് പലതും നേടുന്നത്. ഒന്നുമല്ല, ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് സഹോദര. ഇത് നമ്മുടെ വേലയല്ല, ഇത് യേശുവിൻ്റെ പ്രവൃത്തിയാണ്. ഇന്ന് പകൽക്കാലം നിലമ്പൂര് ദേശത്തും യേശുവിന് പ്രവർത്തിക്കാൻ തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുക്കുന്ന ചില വ്യക്തികളെ ദൈവത്തിന് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് നമ്മുടെ പ്രവൃത്തിയായിട്ടല്ല. കർത്താവേ, ഞാനത് അടിയനിത എന്നെ ഉപയോഗിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഈ നിലമ്പൂരിൻ്റെ റിവൈവലിന് വേണ്ടി എന്നെ യൂസ് ചെയ്യണം. വിമർശിച്ചു കൊണ്ടിരിക്കേണ്ട സമയമല്ല ഇത്. മാറി നിൽക്കേണ്ട സമയമല്ലത്. കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കേണ്ട സമയമല്ലത്. ഒരുമിച്ച് ചേർന്ന് നിന്നാൽ ഈ ദേശത്തെ നമുക്ക് പിടിച്ചെടുക്കാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവദാസന്റെ സഭയ്ക്കകത്ത് ആള് കൂടിയാൽ ദൈവത്തിന് സ്തോത്രം ചെയ്ത് ആ സഭയെ അങ്ങ് അനുഗ്രഹിക്കണം. ഒരു നല്ല വീട് കണ്ടു കഴിഞ്ഞാൽ ആ വീടിനെ കണ്ട് അങ്ങ് അനുഗ്രഹിക്കണം. ഒരുത്തൻ നല്ല വാഹനത്തിൽ പോകുന്നത് കണ്ടാൽ അസൂയപ്പെടാതെ ആ വാഹനത്തെ അങ്ങ് ബ്ലസ് ചെയ്യണം.
പ്രൈസ് ദി ലോർഡ്. അല്ലാതെ റൂട്ട് പിന്നെ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയും പോലെ ഒരു CBI ചമഞ്ഞ് അവൻ എങ്ങനെ പണം ഉണ്ടാക്കി, എങ്ങനെ ആൾ കൂടി എന്ന് പറഞ്ഞ് ഇങ്ങനെ രഹസ്യം അന്വേഷിച്ച് നടക്കാനല്ല നമ്മളെ വിളിച്ചത്. നമ്മളെ വിളിച്ചത് മറ്റുള്ളവരെ അനുഗ്രഹം. നിന്നെ അനുഗ്രഹം അനുഭവിക്കാൻ വിളിച്ചിരിക്കുന്നത് കൊണ്ട് നീ അനുഗ്രഹിക്കുന്നവനായിരിക്കും. പ്രൈസ് ദി ലോർഡ്. നീ അനുഗ്രഹിക്കുമ്പോൾ, മറ്റൊരുവൻ്റെ ശുശ്രൂഷ അനുഗ്രഹിക്കുമ്പോൾ, മറ്റുള്ളവരുടെ വളർച്ചയിൽ കൂടെ നിന്ന് സഹായിക്കുമ്പോൾ, മറ്റുള്ളവരുടെ വീഴ്ചയിൽ നമ്മൾ അവനെ കുറ്റം പറഞ്ഞ് കല്ലെറിയാതെ കൂടെ നിന്നവനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു ഡബിൾ പോർഷൻ അനോയിന്റിങ് ഇന്ന് രാത്രികാലം നിന്റെ മേൽ വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കൂടെ 3.5 വർഷക്കാലം ശിഷ്യന്മാർ നടന്നപ്പോൾ കിട്ടാത്തതിനേക്കാൾ ഇരട്ടി ദൈവശക്തി ഒറ്റ സെക്കൻഡ് കൊണ്ട് പ്രാപിച്ച ആളാണ് കുറേനക്കാരനായ ശീമോനും അവൻ്റെ ഫാമിലി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒറ്റ സെക്കൻഡ് കൊണ്ട് പ്രാപിച്ചു. ഈ ഇമ്പാർട്ടേഷൻ പ്രാപിക്കാൻ വേണ്ടി ഓടി നടക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എത്ര കയ്യും കാലും തലയിൽ വെച്ചാലും നിൻ്റെ തലയിലെ മുടി പോകുന്നു അല്ലാതെ ഒരു ഇമ്പാർട്ടേഷൻ കിട്ടത്തില്ല. കാരണം ആദ്യം വിമർശനം അവസാനിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതിന് പകരം പ്രതികൂലത്തിൻ്റെയും കഷ്ടതയുടെ നടുവിൽ കല്ലേറുകൊണ്ട് ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളായിരുന്നപ്പോൾ അസൂയ പിടിച്ചവർ കല്ലെറിഞ്ഞ് വീഴ്ത്തിയിരിക്കുന്ന അഭിഷിക്തന്മാർക്ക് വേണ്ടി ഒരു നിമിഷം മുട്ടുമടക്കി നീ പ്രാർത്ഥിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, ഡബിൾ പോർഷൻ ഇമ്പാർട്ടേഷൻ നിന്റെ മേൽ വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. 3.5 വർഷക്കാലം കൂടെ നടന്നവരൊക്കെ ക്രൂശ് എടുത്ത് യേശു കർത്താവ് പോയപ്പോൾ കൂടെ നിന്നവരെല്ലാം ഓടി രക്ഷപ്പെട്ടു. ഹല്ലേലൂയ. അതുവരെ കൂടെ നടന്നവരും അപ്പം ഭക്ഷിച്ചവരും അതുവരെ നന്മ പ്രാപിച്ചവരും വിടുതൽ പ്രാപിച്ചവരൊക്കെ പ്രതികൂലത്തിന് നല്ല ഓടിയപ്പോൾ വയലിൽ നിന്നും വേല കഴിഞ്ഞ് വന്നവൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നോഹയുടെ കാലത്ത് നോഹയുടെ കേഴ്സിന് പാത്രങ്ങളായി തീർന്ന കനാൻ പുത്രന്മാർ, ഹല്ലേലൂയ, അവർ ശാപഗ്രസ്തരായി നൂറ്റാണ്ടുകളായി കിടക്കുമ്പോൾ ഒറ്റ നിമിഷം കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് ഒന്ന് ചുമക്കാൻ തയ്യാറായപ്പോൾ, അവൻ്റെ കഷ്ടതയിൽ ചേർന്ന് നിൽക്കാൻ തയ്യാറായപ്പോൾ, ആയിരക്കണക്കിന് വർഷങ്ങൾ കെട്ടിപ്പിടഞ്ഞു കിടന്ന പൈശാചിക ശാപങ്ങൾ ഒറ്റ സെക്കൻഡുകൾ പൊട്ടിയിട്ട് അവനും അവൻ്റെ മക്കളും അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രികാലം നിന്റെ കേഴ്സ് ബ്രേക്ക് ആകണമെങ്കിൽ, നിന്റെ ശാപം പൊട്ടണമെങ്കിൽ, നിന്റെ അഭിഷേകം വർദ്ധിക്കണമെങ്കിൽ, നിന്റെ കൃപാവരം വർദ്ധിക്കണമെങ്കിൽ, നിന്റെ അനോയിന്റിങ് ഇൻക്രീസ് ആകണമെങ്കിൽ, നിന്റെ സഭ വർദ്ധിക്കണമെങ്കിൽ, നിന്റെ പ്രാർത്ഥന സ്വർഗം കേൾക്കണമെങ്കിൽ ഇന്ന് പകൽക്കാലം പ്രതികൂലത്തിന്റെ പ്രതിസന്ധികളിലുമായിരിക്കുന്ന അഭിഷിക്തന്മാരോട് ചേർന്ന് പ്രാർത്ഥിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, റൂട്ട് ഇങ്ങനെ മാറിപ്പോയി. പ്രൈസ് ദി ലോർഡ്. പിന്നെ തിരിച്ചു വരാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഒരു അക്കരയ്ക്ക് യാത്ര ചെയ്യുവാൻ കർത്താവ് യേശുക്രിസ്തു ഒരു ശുശ്രൂഷ കഴിഞ്ഞ് പടകിനകത്ത് കയറുക. പ്രൈസ് ദി ലോർഡ്. പടകിനകത്ത് കയറിയപ്പോൾ പുരുഷാരത്തെ വിട്ടിട്ടാണ് കയറിയത്. ചിലതൊക്കെ വിടാതെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. നമുക്കെല്ലാം വേണമെന്ന് പറഞ്ഞുകൊണ്ട് നിന്നാണ് പറ്റത്തില്ല. ബന്ധുക്കൾ വേണം, നാട്ടുകാർ വേണം, നല്ല ശവം അടക്ക് വേണം, നല്ല പെട്ടിയിൽ അടക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ മക്കളുടെ കല്യാണത്തിന് എൻ്റെ ബന്ധുക്കളെല്ലാം വരണം. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ചില ആൾക്കാർ സുവിശേഷ വേലയ്ക്ക് വിളിക്കുമ്പോൾ പറയും, ഇപ്പോൾ അതിന് സാധിക്കത്തില്ല, ഞാൻ എൻ്റെ പിള്ളേർക്കൊന്നും സമ്പാദിച്ചില്ല, എനിക്കൊന്നുമില്ല, ഒരു നല്ലൊരു വീടും പിന്നെ കുറച്ച് ബാങ്ക് ഡിപ്പോസിറ്റൊക്കെ ചെയ്തതിന് ശേഷം എനിക്ക് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞാൽ, നിൻ്റെ ഇഷ്ടത്തിന് ഇറങ്ങുമ്പോൾ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന കൂലിക്കാരനല്ല കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് വേറെ ആണുങ്ങളെ കിട്ടും. ഹല്ലേലൂയ. കർത്താവ് വിളിക്കുമ്പോൾ ആ നിമിഷം സകലതും വിട്ട് ഇറങ്ങുന്നവനാണ് നട്ടലുള്ളവൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വേലയ്ക്ക് ആവശ്യം നട്ടലുള്ള ഒരു സംഭവമാണ്, റബ്ബർ സ്റ്റാമ്പ് പോലുള്ളവർ തന്നെയല്ല. കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങുന്നവൻ തൻ്റെ ഇടമുള്ളവനായിരിക്കണം, ധൈര്യമുള്ളവനായിരിക്കണം. അവൻ്റെ പിറകോട്ട് നോക്കുവാൻ ഒന്നും ഉണ്ടായിരിക്കരുത്. സകലതും വിട്ട് എൻ്റെ കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവനെയാണ് ദൈവം ഉണർവിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ചരിത്രങ്ങളെ മാറ്റിമറിക്കുന്ന സകല ശുശ്രൂഷകളും ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ബൈബിൾ വായിക്കുമ്പോഴും ഇന്നത്തെ കാലഘട്ടങ്ങളിലും അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിന് ശേഷമൊക്കെ അനേകരെ അഭിഷിക്തന്മാരെ ഉപയോഗിച്ചതിന് കാരണം സകലതും വിട്ട് ഒന്നും പുറകോട്ട് തിരിഞ്ഞു നോക്കാതെ കർത്താവായ യേശു, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ മാത്രം നോക്കി ഇറങ്ങി തിരിച്ചവരെയാണ്. ചില ആൾക്കാരുണ്ട് യേശുവിനെ അല്ല നോക്കുന്നത്, ഇടയ്ക്ക് നിൽക്കുന്ന ആൾക്കാരെയാണ്. പാഷന്മാർ വർഷിപ്പേഴ്സിനെ പോലെ, ഫിലിം സ്റ്റാറുകളെ പോലെ പാഷന്മാരെ പുറകെ നടന്ന് പാഷന്മാരെന്ത് പറയുന്നു അത് കേട്ട് ദൈവദാസന്മാർ പറയുന്ന വിവരക്കേടും വിഡ്ഢിത്തരങ്ങളും ഒക്കെ കേട്ട് അവരെ പറയെ പോകുന്നവരൊക്കെ അവർ വീഴുമ്പോൾ അവരെ കൂടെ വീഴും. പക്ഷേ യേശുവിനെ നോക്കുന്നവൻ പ്രൈസ് നിത്യതയ്ക്കകത്ത് കയറും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മളെ വിളിച്ചത് ഇടയിൽ നിൽക്കുന്നവരെ നോക്കാനല്ല, നിന്നെ വേർതിരിച്ച് വിളിച്ചത് യേശുവിനെ കാണാനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.
നമ്മൾ യേശുവിനെയാണ് യേശുവാണ്. കഴിഞ്ഞ 22 വർഷമായി എത്രയോ പ്രാവശ്യം പിന്നെ ഹിന്ദുക്കളിൽ നിന്ന് അല്ലെങ്കിൽ ജാതികളിൽ നിന്നുള്ള പ്രതികൂലം കണ്ടല്ല, ക്രിസ്ത്യാനികളുടെ ഇടയിൽ നിന്നുള്ള പ്രതികൂലം കൊണ്ട് ബൈബിൾ തറയിൽ വെക്കണമോ വേണ്ടയോ, സുവിശേഷ വേല വെക്കണമെന്ന് പിന്നെ നിർത്തണമെന്നൊക്കെ പലപ്പോഴും പിശാച് അടുത്ത് വന്ന് പറയേണ്ടത്, എന്തിനാ ഈ പരിപാടിയൊക്കെ നിർത്തിക്കളാ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. പക്ഷേ ഹല്ലേലൂയ, സ്തോത്രം. ദൈവദാസന്മാരെയോ ക്രിസ്ത്യാനികളോ കണ്ടല്ല ഞങ്ങൾ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയത്, യേശുവിനെ കണ്ടിറങ്ങിയത് കൊണ്ടാണ് ഇന്ന് നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. നമ്മൾ യേശുവിനെ കണ്ടിറങ്ങുന്നവരായിരിക്കണം. മാതൃകയാക്കുവാൻ കൊള്ളാകുന്ന ഒരുവൻ മാത്രം, അത് കർത്താവായ യേശു മാത്രം. ഹല്ലേലൂയ.